ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സാപ് സിനി വേൾഡിലേക്ക് സ്വാഗതം. ഇവാൻ ബൂബലോ എന്ന് പറയുന്ന ഒരു കൊടും ഭീകരൻ. ഈ ഭീകരനെ തീർക്കാൻ ലേഡി ഡെത്ത് എന്നു പേരുള്ള ഒരു ഏജന്റിനെ പറഞ്ഞയക്കുന്നു. എന്നാൽ അവൾ അവിടെ ബൂബലോന്റെ കയ്യിലകപ്പെടും. ഈ ഏജന്റിനെ രക്ഷപ്പെടുത്താൻ GRIT അഥവാ ഗ്ലോബൽ റെസ്പോൺസ് ആൻഡ് ഇന്റലിജൻസ് എന്ന ടീം രൂപീകരിക്കുന്നു. ലേഡി ഡെത്തിനെ രക്ഷപ്പെടുത്തൽ മാത്രമല്ല, എന്നാൽ ബൂബലോനെ ഈ ഭൂമിയിൽ നിന്നും പറഞ്ഞയക്കാൻ കൂടിയാണ് ഈ ടീം രൂപീകരിക്കുന്നത്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ബെക്കറ്റ് എന്ന ഈ ഫിലിമിന്റെ നായകനും അവന്റെ സുഹൃത്തായ സീറോ എന്നുപേരുള്ള ഒരുത്തനും കൂടി ഈ ബൂബലൂനെ കൊന്ന് ലേഡി ഡെത്തിനെ രക്ഷിക്കും. പക്ഷേ അതിനുശേഷം ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില കഥാപാത്രങ്ങൾ അപ്രതീക്ഷിതമായി ഈ ടീമിനെ കംപ്ലീറ്റ് ഇല്ലാതാക്കാൻ ശ്രമിക്കും. ചുരുക്കത്ത് പറഞ്ഞ ആകെപ്പാടെ വെടിയുടെ ഇടിയുടെ വെടിപൂരം. ഈ ഫിലിം ഒരിക്കലും കാണികൾ നിരാശപ്പെടുത്തുന്ന ഒന്നല്ല. കാരണം ഓരോ നിമിഷവും രോമാഞ്ചം വരും എന്നൊക്കെ പറയൂല, അതുപോലെ ആക്ഷൻ ഉള്ള സിനിമയാണ്. എന്തായാലും നമുക്ക് കഥ അങ്ങ് തുടങ്ങാം. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സാപ് സിനി വേൾഡ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവാൻ ബൂബലു ആ കൊടുംഭീകരൻ, അവനും അവന്റെ ശിങ്കിടികളും ചേർന്നുള്ള ഒരു ഗൂഢാലോചനയാണ് സിനിമയിൽ തുടക്കത്തിൽ കാണിക്കുന്നത്. ഈ ശിങ്കിടികളുണ്ടല്ലോ, അവര് ഓരോരോ കാര്യങ്ങളും ഇവാൻ ബൂബലോട് റിപ്പോർട്ട് ചെയ്യുകയാണ് ആദ്യം. ഈ ഗൂഢാലോചന നടക്കുന്നത് മാൾട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവരുടെ തലസ്ഥാന നഗരത്തിനോടുള്ള ആക്രമണങ്ങളെല്ലാം വിജയകരമായിട്ടുണ്ട്. കൂടാതെ അതിൽ ചില ഉദ്യോഗസ്ഥരും കൊലപ്പെട്ടു. അങ്ങനെ കുറെ ന്യൂസുകൾ പറയുന്നുണ്ട് ആദ്യം തന്നെ. മാത്രമല്ല, ആ ശിങ്കിടിയിൽപ്പെട്ട ഒരുത്തൻ ബൂബലിനോട് പറയും, പ്രൈം മിനിസ്റ്ററുമായിട്ടുള്ള മീറ്റിംഗിന് പ്രൈം മിനിസ്റ്റർ അനുവദിച്ചില്ല, ഞാൻ എന്റെ പരമാവധി നോക്കി എന്നൊക്കെ. എന്നാൽ ഇത് കേട്ട ബൂബലോ കലിയാകും. ബൂബലോക്ക് ദേഷ്യമായി എന്ന് കണ്ട ബോഡി ഗാർഡ് ഒരു ഗണ്ണെടുത്ത് നേരെ ഒരു ഷോട്ട്. എന്തു സിമ്പിൾ അല്ലേ. എന്തായാലും ബൂബല വേറെ കാര്യമൊന്നും ചോദിക്കൂല, ഒരൊറ്റ കാര്യം അവൻ ചോദിക്കുള്ളൂ, അവളെ കിട്ടിയോ, നിങ്ങൾക്ക് മനസ്സിലായോ അവൾ എവിടെയാണ് എന്ന് മാത്രമേ ബൂബലോ പറയുള്ളൂ. ആരാണീ അവൾ? അതായത് നമ്മളുടെ ആ ലേഡി ഡെത്തിന്റെ കാര്യമാണ് പറയുന്നത്. എന്നാൽ ആ ശിങ്കിടികൾക്ക് ലേഡി ഡെത്തിനെ ട്രേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത് മനസ്സിലാക്കിയ ബൂബലോ പറയും, എന്തു വില കൊടുത്തും അവളെ എനിക്ക് വേണം, പെട്ടെന്ന് തന്നെ അവളെ പിടിച്ചു കൊണ്ടുവരിക. അങ്ങനെ ബൂബല ആ ഓർഡറും കൊടുത്ത് മീറ്റിംഗ് ഡിസ്പേഴ്സ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. അതിനുശേഷം ലോസ് ഏഞ്ചൽസിലെ ഒരു ബാറിൽ നമ്മുടെ നായകനായ ബെക്കറ്റും അവന്റെ സുഹൃത്തായ സീറോവും സംസാരിക്കുന്നത് കാണാം. അവർ ഈ നാട്ടുവിശേഷങ്ങളെല്ലാം സംസാരിച്ചിരിക്കുമായിരിക്കും. പിന്നെ അവരെണീറ്റ് നേരെ വാഷ്റൂമിന്റെ അങ്ങോട്ട് പോകും. അത് ഔട്ട് ഓഫ് ഓർഡർ എന്നൊക്കെ കാണിക്കും. പക്ഷെ അവർ അതിനകത്ത് കയറി ഒരു സീക്രട്ട് ഡോർ അങ്ങ് ഓപ്പൺ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ അത് ഈ സീക്രട്ട് മിഷൻ ഒക്കെ ഡിസ്കസ് ചെയ്യൂലേ, അതുപോലെ അറേഞ്ച് ചെയ്ത റൂം ആയിരിക്കും. എല്ലാ ഗ്രൂപ്പിനും ഉണ്ടാവില്ലേ ഒരു തലവൻ, ഒരു ബോസ്. അങ്ങനെ ഇവരുടെ ബോസ് ആണ് ഗബ്രിയൽ എന്ന് പറയുന്ന ഇവൻ. ഗബ്രിയൽ ഇവരുമായിട്ട് ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമായിരിക്കും. അതിനിടയിൽ പറയും, പിന്നെ നമ്മുടെ ലേഡി ഡെത്ത് ഉണ്ടല്ലോ, അവള് മരിച്ചിട്ടില്ല. ഇത് കേട്ട ഉടനെ ഇവർ രണ്ടുപേരും ഞെട്ടും. അല്ല, അവൾ മരിച്ചു എന്നുള്ള ന്യൂസ് ആണല്ലോ ഞങ്ങൾക്ക് കിട്ടിയത്, അപ്പൊ മരിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോ ഗബ്രിയൽ പറയും, 6 മാസം മുമ്പ് അവളെ കൊളംബിയയിലേക്ക് പോയതാണ്. ഞാൻ ഇവാൻ ബാബുലുവിനെ ടെർമിനേറ്റ് ചെയ്യാനുള്ള മിഷൻ വേണ്ടിയാണ് അയച്ചത്. തുടർന്ന് പറയും, ഈ ഇവാൻ ബാബുലു ഉണ്ടല്ലോ, അവൻ ഒരു സാധാരണക്കാരനല്ല, അവനും അവന്റെ ടീമും ഒരു ആർമി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം അവരാണ് അവരെ തീരുമാനിക്കുന്നത്. അവർ ഈ ലോകം തന്നെ നശിപ്പിക്കും. അതുകൊണ്ടാണ് ഞാൻ ലേഡി ഡെത്തിനെ അങ്ങോട്ട് പറഞ്ഞയച്ചത്. പക്ഷേ അവളെ കുറിച്ച് പിന്നീട് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. എന്നാൽ എനിക്കിപ്പോൾ ഒരു SOS സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. അത് ബൂബലുവിന്റെ പാലസിൽ നിന്നാണ് കിട്ടിയത്. അതായത് ലേഡി ഡെത്ത് ജീവനോടെ ഉണ്ടെന്ന് അർത്ഥം. നിങ്ങൾ രണ്ടുപേരും ചെന്ന് ലേഡി ഡെത്തിനെ രക്ഷിക്കുകയും വേണം. അവൾ നിർത്തിവെച്ച ആ മിഷൻ ഉണ്ടല്ലോ, അതങ്ങ് തീർക്കും വേണം. അതായത് ഈ ഇവാൻ ബാബുലുവിനെ കൊല്ലാനാണ് ഗബ്രിയൽ അവരോട് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഞങ്ങൾ ആ ബൂബലു എന്ന് പറയുന്ന ആ കൊടും പാമ്പിനെ കൊല്ലണമല്ലേ എന്ന് പറഞ്ഞപ്പോ ഗബ്രിയൽ അവരോട് പറയും, അല്ല മക്കളെ, നിങ്ങൾ ടോട്ടല് 6 പാമ്പുകളെയാണ് കൊല്ലേണ്ടത്, അവര് മൊത്തം കൊടും വിഷമാണെന്ന് പറയും. ഇത് കേട്ട സീറോവും ബെക്കറ്റും പറയും, ഏയ് അതൊന്നും അത്രക്ക് ഹാർഡ് മിഷൻ ഒന്നുമല്ല, ഞങ്ങളത് നിസ്സാരമായി തീർക്കുന്നൊക്കെ പറഞ്ഞ് അവർ അവിടുന്ന് പോകും. അതായത് മാൾട്ടയിലോട്ട്, ബൂബലുവിന്റെ പാലസിലോട്ട്. അവിടെയാണല്ലോ അവർ ഉള്ളത്. അങ്ങനെ നമ്മുടെ ചെക്കൻ സ്നൈപ്പർ ഒക്കെ എടുത്ത് മാൾട്ടയിൽ എത്തുന്നു. ആ സ്നൈപ്പറിലൂടെ എന്നിട്ട് സെക്യൂരിറ്റി ഒക്കെ ഇങ്ങനെ നോക്കും, അതായത് ഈ ബൂബലുവിന്റെ പാലസ് സെക്യൂരിറ്റിക്കാരെ ഒക്കെ. പക്ഷെ അപ്പോഴേക്കും സീറോ അവിടെ എത്തി ഒരു സെക്യൂരിറ്റിക്കാരനെ കൊന്ന് ആ ഡ്രസ് അങ്ങ് ധരിക്കും. അതാവുമ്പോ ബാക്കിയുള്ളവർ കാണുമ്പോ സെക്യൂരിറ്റിക്കാരനാന്ന് വിചാരിക്കുമല്ലോ, അതിനാണ് സംഭവം. പക്ഷേ അവിടെ ഇവർ വിചാരിച്ചതുപോലുള്ള ഒരു സാമ്രാജ്യമേ അല്ലായിരുന്നു. ഹൈ സെക്യൂരിറ്റി ഉള്ള ഒരു സാമ്രാജ്യമായിരുന്നു അത്. നമ്മുടെ ചെക്കനാണെങ്കിൽ സ്നൈപ്പർ വെച്ച് എല്ലാം സ്കാൻ ചെയ്യുണ്ടായിരുന്നു. അവസാനം അവൻ ഒന്നാമത്തെ ടാർഗറ്റായ അന്ന കോസ്റ്റ എന്ന് പറഞ്ഞവളെ കാണുന്നു. അതായത് ഈ മിസ്ട്രസ് എന്നൊക്കെ പറയൂലേ, അത്രയും പവർ ഉള്ള
വ്യക്തി, ഭൂബലുവിന്റെ റൈറ്റ് ഹാൻഡ്. പക്ഷെ ബക്കറ്റിന് അവളെ ഷൂട്ട് ചെയ്യാൻ പറ്റൂല. കാരണം എന്താന്ന് വെച്ചാൽ അവളുടെ ബോഡി ഗാർഡ് കൂടെ തന്നെ ഉണ്ടാകും. അവൻ മനസ്സിൽ വിചാരിക്കും, മോനെ ഒന്ന് മാറടാ, ഞാനൊന്ന് കൊല്ലട്ടെ അവളെ എന്നൊക്കെ. അപ്പോഴേക്കും നമ്മുടെ സീറോ ഉണ്ടല്ല, അവന് ഈ പാലസിന് അകത്തെത്തി കഴിയും. എന്നിട്ട് സെക്കൻഡ് ഫ്ലോറിലുള്ള ഒരു ജനൽ കണ്ടെത്തും, ഒരു ബാത്റൂമിനകത്തുള്ള ജനൽ. അതിനുശേഷം റേഡിയോ വഴി ബക്കറ്റിനോട് പറയും, എടാ ഇതാണ് നമ്മുടെ സ്പോട്ട്, ഞാൻ ഇങ്ങോട്ട് ഓരോരുത്തരെ കൊണ്ടുവരാം, നീ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്താൽ മതി എന്ന് പറയും. എന്നിട്ട് സീറോ അകത്തു പോയി ഓരോരോ സീൻ ബൈ സീന് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കും. അപ്പോഴാണ് സീറോ ഒരുത്തനെ കാണുന്നത്, അതായത് മാരിയ, ഭൂബലോന്റെ ഹൈ സെക്യൂരിറ്റി ലീഡർ. ഇവനാണ് എല്ലാരെയും കൊല്ലാൻ മുൻപന്തിയിലുള്ളത് കേട്ടോ. അതായിരുന്നു ഇവരുടെ സെക്കൻഡ് ടാർഗറ്റ്. പക്ഷെ അകത്ത് വെച്ചൊന്നും ഇവർക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് സൂത്രത്തിൽ സീറോ ഈ മാരിയനോട് പറയും, കത്രീന നിന്നോട് ടെറസിൽ ചെല്ലാൻ പറഞ്ഞു എന്ന് പറയും. അത് കേട്ട പാതി കേൾക്കാത്ത പാതി അവൻ അവിടുന്ന് ടെറസിലോട്ട് പോകും. പിന്നീട് കത്രീനയോട് പറയും, മരിയ നിന്നോട് ടെറസിൽ പോകാൻ പറഞ്ഞു. ഈ കത്രീനയാണ് അവരുടെ തേർഡ് ടാർഗറ്റ്. ഫസ്റ്റ് കാണിച്ച അന്നയുണ്ടല്ലോ, ഫസ്റ്റ് ടാർഗറ്റ്, ഈ അന്നയുടെ സഹോദരിയാണ് കത്രീന. അവൾ ഈ ഭൂബലുവിന്റെ ഫിനാൻസ് മിനിസ്റ്റർ എന്നൊക്കെ പറയൂലേ, അതുപോലെ പവർ ഉള്ള ആളാണ്. അങ്ങനെ സീറോ ബക്കറ്റിനോട് പറയും, എടാ 2 ടാർഗറ്റിന് ഞാൻ ടെറസിലോട്ട് പറഞ്ഞയച്ചിട്ടുണ്ട്, നീ ഒന്ന് ഷൂട്ട് ചെയ്തേക്കെന്ന്. ബക്കറ്റ് ആണെങ്കിൽ ഫസ്റ്റ് എയിം ചെയ്യുന്നത് നമ്മളുടെ സീറോ പറഞ്ഞു കൊടുത്തില്ലേ ഫസ്റ്റ് സ്പോട്ട്, ആ സ്പോട്ടിലേക്ക് നോക്കും. അവിടെ നോക്കുമ്പോ മാരിയോ നിൽക്കുന്നത് കാണും. മാരിയോ എന്ന് പറഞ്ഞ ലീഡർ അല്ലട്ടോ, ഇത് ലോയർ, ഭൂബലുവിന്റെ ലോയറും അതുപോലെ ഗവൺമെന്റ്സിനോടുള്ള നെഗോസിയേഷൻസ് എല്ലാം നോക്കിയിരുന്നത് ഇവനായിരുന്നു. മാരിയോ ആണെങ്കിൽ ബാത്റൂമിനകത്താണല്ലോ. അവൻ വിചാരിക്കും, അല്ല ആരാപ്പ ഈ ജനലിന്റെ ഇവിടുന്ന് കർട്ടൻ എല്ലാം പൊട്ടിച്ചേ? സംഭവം അത് നമ്മളുടെ സീറോ പൊട്ടിച്ചാന്ന് ഇവൻ അറിയില്ലല്ലോ. എന്തേലും ആവട്ടെ, ഞാൻ വന്ന കാര്യം സാധിക്കട്ടെ എന്നും പറഞ്ഞ് ആശാനിരിക്കും. പക്ഷേ അത് അവന്റെ അവസാന തിരുത്തായിരുന്നു. നമ്മളുടെ ബക്കറ്റ് ഇതെല്ലാം സ്നൈപ്പ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. ബക്കറ്റ് ആണെങ്കിൽ ഒറ്റ ഷൂട്ടിൽ ആളെയാണ് കൊല്ലും. അതായത് അവരുടെ മിഷനിലെ ഒരു ടാർഗറ്റ് തീർന്നു. അങ്ങനെ ബക്കറ്റ് പറയും, മോനെ നമ്മുടെ ടാർഗറ്റ് ഡൗൺ ആയിട്ടുണ്ട്. സീറോ ആണെങ്കിൽ പറയും, ഓ അപ്പൊ നമ്മുടെ ജനലിന്റെ ഐഡിയ വർക്കായല്ലേ, കണ്ടോ ഇതെന്റെ ബുദ്ധിയാടാ എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോ നമ്മുടെ ചെക്കനാണെങ്കിൽ സീറോനോട് പറയും, നീ വേഗം പോയി മരിയുടെ ബോഡി ക്ലിയർ ചെയ്യേ, അല്ലെങ്കിൽ ആരെങ്കിലും വാഷ്റൂമിൽ വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവുന്നൊക്കെ. പക്ഷെ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. സീറോ ബോഡി മാറ്റാൻ ബാത്റൂമിന്റെ അങ്ങോട്ട് പോകുമ്പോ ഏതോ ഒരു ലേഡി ആ ബാത്റൂമിന്റെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. സീറോ ഏതാ മുതല് അവൻ ചെന്ന് പറയും, ഭൂബലൻ നിങ്ങളെ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞല്ലോ, പെട്ടെന്ന് ചെന്ന് നോക്ക് എന്നൊക്കെ ചുമ്മാ പറയും. ഇത് കേട്ട വാതി ലേഡി അവിടെ നിന്ന് പോകും. പിന്നെ സീറോ ആണെങ്കിൽ ആരും കാണാതെ ആ കർട്ടന്റെ തുണിയില്ലേ അതെടുത്ത് ഈ ബോഡി പൊതിഞ്ഞ് അപ്പുറത്തെ റൂമിലെത്തിക്കും. നമ്മുടെ ബക്കറ്റ് ഗണ്ണ് നേരെ ടെറസിലോട്ട് പിടിച്ചു നോക്കുമ്പോ അപ്പോഴേക്കും കത്രിനയും മരിയും അവിടെ എത്തിയിട്ടുണ്ടാവും. അവർ തമ്മിൽ എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും രണ്ടാളും തമ്മിൽ സംസാരിക്കാൻ നിൽക്കുന്ന ആ നിമിഷം നമ്മുടെ ബക്കറ്റ് ഒറ്റ ഷൂട്ടിൽ രണ്ടാളെയും തീർക്കും. ഒരു വെടി 2 പക്ഷി എന്ന് പറയില്ലേ, അതുപോലെ. ഇനി ഇവരുടെ മുമ്പിലാകെ ഭൂബലുവിന്റെ ഡോക്ടറായ സോറനും പിന്നെ ഫസ്റ്റ് കാണിച്ച അന്നയില്ലേ അവള് മാത്രമേ ബാക്കിയുള്ളൂ ഈ ശിങ്കടികളുടെ കൂട്ടത്തില്. അങ്ങനെ സോറനെ ഫോളോ ചെയ്ത് നമ്മുടെ സീറോ ഉണ്ടല്ലോ, ഈ പൂച്ചയൊക്കെ പോകൂലേ അതുപോലെ പതിയെ നടക്കും. എന്തിനാന്ന് ഞാൻ പറയണ്ടല്ലോ. പക്ഷെ സോറനാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമാനാണ്. അവൻ ആരോ ഫോളോ ചെയ്യുന്നുണ്ട് മനസ്സിലാവും. പെട്ടെന്ന് തന്നെ ഗണ്ണെടുത്ത് ബാക്കിലോട്ട് ചൂണ്ടും. ആരാടാ നീ, എന്തിനാടാ എന്നെ ഫോളോ ചെയ്യുന്നത് എന്ന് ചോദിക്കും. ഞാൻ നിന്റെ കാലനാടാ എന്നും പറഞ്ഞ് സീറോ അവനെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന ആ നിമിഷം ഇവർ രക്ഷിക്കാൻ വന്നില്ലേ ആ ലേഡിയുടെ അടുത്ത്, അവള് സീറോന്റെ ഗണ്ണ് പിടിച്ചു പറയും, ഇത് എന്റെ ഫ്രണ്ടാണ്, എന്റെ ജീവൻ രക്ഷപ്പെടുത്തിയത് ഇയാളാണെന്ന് പറയും. സംഭവം ഇയാള് ഭൂബലിന്റെ ഡോക്ടർ ആണേലും അയാളായിരുന്നു അവളെ രക്ഷപ്പെടുത്തിയത് പണ്ട്. സീറോ ആണെങ്കിൽ ബക്കറ്റിനോട് റേഡിയോയിലൂടെ പറയും, എടാ ഈ ഡോക്ടറും നമ്മുടെ കൂടെ വരുന്നുണ്ട്, ഈ ഡോക്ടറാണ് ഈ ലേഡി എടുത്തിനെ രക്ഷിച്ചതെന്ന് പറയും. പക്ഷെ ബക്കറ്റ് പറയും, എടാ മോനെ ഞാൻ ഇതെല്ലാം റേഡിയോയിലൂടെ കേൾക്കുന്നുണ്ട്, നീ വിവരിക്കേണ്ട എന്ന് പറയും. സീറോ ആണെങ്കിൽ ഡോക്ടറിനെ കൊല്ലാൻ പറ്റാത്ത ആ ഒരു സങ്കടവും ദേഷ്യവും എല്ലാം ഉണ്ടാവും അവന്റെ മനസ്സിൽ. ഈ ഒരു ഫ്രസ്ട്രേഷൻ കാരണം അവൻ നമ്മുടെ ബക്കറ്റിനോട് പറയും, നീ എന്നോട് സംസാരിക്കണ്ട, നീ ആ അന്നയില്ലേ അവളെയാണ് കൊല്ലാൻ നോക്ക്, കുറെ നേരം അതിലെ തോക്കും ചൂണ്ടി നിൽക്കുന്നേന്ന് പറയും. പക്ഷെ അതൊന്നുമല്ല, ഈ ബക്കറ്റിനെ ഈ ഒരു അന്നയെ കൊല്ലണം എന്നുണ്ടെങ്കിൽ ആ ബോഡി ഗാർഡ് അവിടുന്ന് മാറണം. ബോഡി ഗാർഡ് ആണെങ്കിൽ 1 ഇഞ്ച് പോലും അവിടുന്ന് മാറിയിട്ടുണ്ടാവില്ല. അവിടെയാണ് ബക്കറ്റ് അവന്റെ ബുദ്ധി പ്രയോഗിക്കുക. അവൻ അടുത്തുള്ള ചെടിച്ചട്ടിയിൽ ഷൂട്ട് ചെയ്യും. എന്തിനാന്ന് വെച്ചാൽ ഈ ബോഡി ഗാർഡിന്റെ ശ്രദ്ധ തിരിക്കാൻ. എന്നിട്ട് പെട്ടെന്ന് ഗണ്ണ് ലോഡ് ചെയ്ത് ഒരൊറ്റ ഷൂട്ട്, ഈ തല ചിതറിത്തെറിക്കുക എന്നൊക്കെ പറയൂലേ അതുപോലെ ഒരു ഷോട്ട് അന്നയുടെ തലയിലോട്ട്. അങ്ങനെ നമ്മുടെ സീറോയും ഡോക്ടറും ഈ ലേഡിയുടെ എത്തില്ലേ അവരും ഒന്നിച്ച് അവിടുന്ന് രക്ഷപ്പെടാൻ നിൽക്കും. പക്ഷേ ഒരു സെക്യൂരിറ്റി ഗാർഡ് അത് കാണും. ഡോക്ടർ ആരാണിത്, നിങ്ങൾ എന്ത് ചെയ്യുകയാണ് ഇവിടെ എന്ന് പറഞ്ഞ് ആ ലേഡിയുടെ അടുത്തേക്ക് വരുമ്പോ നമ്മുടെ ചെക്കൻ അതായത് നമ്മുടെ സീറോ ഉണ്ടല്ലോ വിത്തിൻ സെക്കൻഡ്സിൽ ഗൺ എടുത്തൊരു ഹെഡ് ഷോട്ട് വെച്ചു കൊടുക്കും. എന്നിട്ട് ഡോക്ടറോട് പറയും, ഇവൻ ഞങ്ങളുടെ ലിസ്റ്റ് ഇല്ലാത്തതാണ്, ബട്ട് ഇവൻ നല്ലവനല്ലാത്തത് കൊണ്ട് ഞാൻ
ഷൂട്ട് ചെയ്തു എന്ന്. സംഭവം എന്താന്ന് വെച്ചാല് ഈ ഡോക്ടറെ കൊല്ലാൻ വേണ്ടി ഗണ്ണ് ചൂണ്ടിയല്ലോ ആര് സീറോ. ആ ഒരു ഫ്രസ്ട്രേഷൻ അവന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു. ആ ഫ്രസ്ട്രേഷൻ ഈ ഒരു ഷോട്ടിലൂടെ അവൻ അങ്ങ് തീർത്തു. പിന്നീട് സീറോ ബെക്കറ്റിനോട് പറയും, എടാ നമ്മുടെ മെയിൻ ടാർഗറ്റ് ഉണ്ടല്ലോ, നമ്മുടെ മറ്റേ വലിയ പാമ്പ്, അവനെ ഷൂട്ട് ചെയ്യാൻ സമയമായിട്ടുണ്ട്, നീ അവനെ എയിം ചെയ്യെന്ന് പറയും. ഈ സമയത്ത് ഭൂപലയാണെങ്കിൽ ഒരു 4 ഹൈ ടാലന്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഗാർഡ്സിന്റെ കൂടെ ഇങ്ങനെ നടന്ന് പുറത്തോട്ട് വരും. പുറത്ത് ഈ ഭൂപലുവിന്റെ ആരാധകരുണ്ടല്ലോ അവരുടെ അടുത്തോട്ടാണ് വരുന്നത്. എല്ലാവരും വല്ല ദൈവത്തിനെയൊക്കെ നേരിട്ട് കാണില്ലേ അതുപോലെയാണ് ഈ ഭൂപലിനെ സ്വീകരിക്കുന്നത്. ബെക്കറ്റ് ആണെങ്കിൽ പഠിച്ച പണി 18 നോക്കിയിട്ടും ഷൂട്ട് ചെയ്യാനുള്ള ഒരു ടൈം, അതായത് ഒരു പോയിന്റ് പോലും കിട്ടൂല. ഈ സമയത്ത് ഡോക്ടറും സീറോവും ആ ലേഡിയുടെ അടുത്തും പുറത്ത് കടക്കാൻ നിൽക്കും. മുന്നിൽ കാണുന്ന ഓരോരുത്തരെയും ആ ലേഡിയുടെ അടുത്തുണ്ടല്ലോ അടിച്ച് പഞ്ചറാക്കും. ഇത് കണ്ട് നമ്മുടെ സീറോ ആണെങ്കിൽ ആശ്ചര്യപ്പെട്ട് നിൽക്കും. ഇത്രയും സ്കില്ലുള്ള ഇവളെ എങ്ങനെയാണ് ഇവിടെ പെട്ടുപോയത് എന്നൊക്കെ. ഭൂപല് തന്റെ ആരാധകർക്ക് ആശീർവാദം കൊടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. കൂട്ടത്തിൽ അവൻ പറയും, ദൈവം നിങ്ങളെ ഇപ്പോഴും എപ്പോഴും രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് നാവ് അകത്തിടുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചെക്കന് കറക്റ്റ് പോയിന്റ് കിട്ടും. ആ ഒരു പോയിന്റ് ബ്ലാങ്കിൽ വെച്ച് ഒറ്റ ഷൂട്ട് ചെയ്യും. അങ്ങനെ അവരെ ഏൽപ്പിച്ച ആ ദൗത്യം വളരെ ക്ലീൻ ആയി അവരങ്ങ് തീർക്കും. ഒത്തുപിടിച്ച മലയും പോരും എന്നൊക്കെ പറയൂലേ, അതുപോലെ ടീം വർക്ക് നമുക്ക് ഇവിടെ കാണാം. ശേഷം അവർ ഈ മിഷൻ ഏൽപ്പിച്ച ആ ബോസ് ഉണ്ടല്ലോ ഗബ്രിയല്, അയാൾ വീഡിയോ കോൾ ചെയ്യും. ഡോക്ടർ, നിങ്ങൾ ചെയ്ത ഹെൽപ്പിന് ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് കൂട്ടത്തിൽ ഇവർ ചെയ്ത ഈ വർക്കിനെയും അഭിനന്ദിക്കും. മാത്രല്ല നിങ്ങളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഒരു ഹെലികോപ്റ്റർ ഞാൻ പറഞ്ഞു വിടുന്നുണ്ട്, എന്തായാലും നിങ്ങളൊരല്പം റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞ് കോൾ ഡിസ്കണക്ട് ചെയ്യും. പിന്നീടാണ് ആ ലേഡി ഡെത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്നത്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഈ ലേഡിയെ ഇവളുടെ ബോസ് 6 മാസം മുമ്പ് ഈ മിഷന് വേണ്ടി പറഞ്ഞയച്ചതാണെന്ന്. അങ്ങനെ അവിടെ നിന്ന്, അതായത് ഈ ഭൂപലിന്റെ പാലസിൽ നിന്ന് ഇവൾ കുറെ കഷ്ടപ്പെട്ട് ഭൂപലുവിന്റെ ഫേവറേറ്റ് ആയി മാറും. ഈ ലേഡി ആണെങ്കിൽ ഭൂപലുവിനെ ഒറ്റക്ക് കിട്ടാൻ കാത്തിരിക്കുകയായിരിക്കും. എന്തിനാണ്? വകവരുത്താൻ, അല്ലാതെ എന്ത്. അങ്ങനെ ഒരു ദിവസം ഒരു രാത്രിയിൽ ഭൂപലു ഒറ്റക്കായ സമയത്ത് അവനെ തലയിണ കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കും. പക്ഷേ ഡൗട്ട് തോന്നിയ അന്ന, അതായത് ഭൂപലുവിന്റെ റൈറ്റ് ഹാൻഡ്, ഓടി വന്ന് ഈ ലേഡിഡത്തിന് 4 പ്രാവശ്യം ചറപറാ വെടിവെച്ചിടും. ലേഡിഡത്താണെങ്കിൽ എങ്ങനെയൊക്കെയോ ജനൽ വഴി പുറത്തേക്ക് ചാടും. അവിടെ വെച്ചാണ് ഈ ഡോക്ടർ ഉണ്ടല്ലോ ഈ സോറൻ, അവന് ഇവളെ അൺകോൺഷ്യസ് ആയി കിട്ടുന്നത്. അവസാനം ഡോക്ടർ അവളുടെ ലൈഫ് രക്ഷിക്കും. അതായിരുന്നു ആ സ്റ്റോറി. കഥയും പറഞ്ഞ് ഗുഡ് നൈറ്റും പറഞ്ഞ് എല്ലാരും കിടന്നുറങ്ങും. പക്ഷേ ട്വിസ്റ്റ് അതൊന്നുമല്ല. എന്താന്ന് വെച്ചാല് നേരം വെളുത്ത് നോക്കുമ്പോ ഡോക്ടറെയും ആ ജീപ്പും അവിടെ കാണാനില്ല. സീറോ ആണെങ്കിൽ ജീപ്പിലായിരുന്നു തലേ ദിവസം കിടന്നുറങ്ങിയത്. അവൻ എണീറ്റ് നോക്കുമ്പോ ഡോക്ടർ അവനെയും കൊണ്ട് എങ്ങോട്ടോ പോകുന്നു. ഏതായാലും ഡോക്ടറുടെ പരിപാടി അറിയാൻ സീറോ ഡോക്ടറെ ഫോളോ ചെയ്യും. ഇവിടെയാണ് അജാന ട്വിസ്റ്റ് മക്കളെ. ഈ ഡോക്ടർ ഉണ്ടല്ലോ അയാൾ ഒരു പെട്ടിയുമായി നേരെ ഒരു കഫേന്റെ അങ്ങോട്ട് പോകും. ആ പെട്ടിയിൽ എന്താന്ന് വെച്ചാല് ഇവരുടെ ടീം ഉണ്ടല്ലോ, ഈ ടീമിന്റെ രഹസ്യങ്ങളും ട്രാക്ക് ചെയ്യാനും എല്ലാത്തിനും പറ്റിയ കുറച്ച് ഡാറ്റാസ് ആണ് അതിനകത്ത്. സീറോ നോക്കുമ്പോ ഈ ഡോക്ടർ ആ ഒരു പെട്ടി, അതായത് അതിനകത്ത് ലാപ്ടോപ്പ് പോലെ ഒരു ഡിവൈസ് ആയിരിക്കും, അത് ആക്സസ് ചെയ്യായിരിക്കും. സീറോ പെട്ടെന്ന് തന്നെ അവരുടെ ഒഫീഷ്യലായിട്ട് ഒരു ഹാക്കർ ഉണ്ടാവും അവരുടെ ടീമിന്. അവനെ വിളിച്ച് നീ പെട്ടെന്ന് തന്നെ ഒരു ലാപ്ടോപ്പ് ആക്സസ് ചെയ്യണമെന്നൊക്കെ പറയും. പക്ഷേ ആ ഹാക്കർ പറയും, ഇല്ല, പ്രോപ്പർ ആയിട്ടുള്ള ഒരു വാറന്റ് ഇല്ലാതെ ഞാൻ ഒരിക്കലും ഒരാളുടെ ലാപ്ടോപ്പ് ആക്സസ് ചെയ്യൂല എന്നൊക്കെ. സീറോ അവനോട് കെഞ്ചി കേൾക്കും, എടാ ഞാൻ ആരോടും പറയൂല, പ്ലീസ് ഒന്ന് ചെയ്തതാ എന്നൊക്കെ. പക്ഷെ ആ ഹാക്കർ കേൾക്കില്ല. പെട്ടെന്നാണ് സീറോക്ക് ഒരു ഐഡിയ തോന്നുന്നത്. അവനൊരു ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ടും ഹാക്കർ തന്നെയാണ്. ആ ഫ്രണ്ടിനെ വിളിച്ച് എനിക്കൊരു ഹെൽപ്പ് വേണം, നിനക്കത് വലിയ പാടുള്ള കാര്യമൊന്നുമല്ല, ഒരു ലാപ്ടോപ്പ് ആക്സസ് ചെയ്യണം, അത്രേ ഉള്ളൂ എന്ന് പറയും. പക്ഷെ അവന്റെ ഈ ഫ്രണ്ട് ഉണ്ടല്ലോ അവനൊരു വല്ലാത്തൊരു മുതൽ തന്നെയാണ്. ഈ കോളിനിടയിൽ തന്നെ സീറോന്റെ അടുത്തുള്ള എല്ലാ ഡിവൈസും ഹാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. മോനെ സീറോ, അവിടെ 3 ലാപ്ടോപ്പും കുറെ മൊബൈലും ഉണ്ട്, ഏത് ഡിവൈസ് ആണ് ഞാൻ ഹാക്ക് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ഇത് കേട്ട സീറോ, കൊള്ളാടാ മോനെ എന്നും പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്യ്, കഫേന്റെ അവിടെ ഒരു ലാപ്ടോപ്പ് ഉണ്ട്, ഒരു ഡിവൈസ്, നീ അതാണ് ആക്സസ് ചെയ്യേണ്ടത്. മാത്രല്ല ഹാക്കർ പറയും, ഈ ആക്സസ് ചെയ്യുന്ന വ്യക്തി ഉണ്ടല്ലോ അയാൾ ഡാർക്ക് വെബിലാണ് ചാറ്റ് ചെയ്യുന്നത്, പ്രിൻസ് എന്നൊക്കെ പറയുന്ന ഒരാളായിട്ടാണ് ചാറ്റ് ചെയ്യുന്നത് എന്ന് പറയും. തുടർന്ന് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് സീറോന്റെ ഫോണിലോട്ട് അയച്ചു കൊടുക്കും. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത് ഈ ഡോക്ടർ ഏതോ ഒരു പ്രിൻസിനെ കാണാൻ പോവാൻ നിൽക്കുകയാണ്. പ്രിൻസിന് ഈ ഡാറ്റാസ് കൈമാറുക മാത്രമല്ല 5.2 മില്യൺ ഈ ഡോക്ടർ വാങ്ങുകയും ചെയ്തിട്ടുണ്ടാകും. സംഭവം നമ്മുടെ ഈ ടീം ഉണ്ടല്ലോ അപ്പോഴേക്കും ഡോക്ടർ മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ടാകും. സീറോ ആണെങ്കിൽ ഈ ഡോക്ടറെ ഫോളോ ചെയ്ത് ഈ മീറ്റിംഗ് നടക്കുന്നതിന്റെ പുറത്തായിരിക്കും ഇരിക്കുന്നത്. അവൻ ഇവരോട് പറയും, അതായത് ബെക്കറ്റിനോടും ലേഡിഡത്തിനോടും പറയും, ഗൈസ് എനിക്ക് ഇവിടെ നിന്ന്
ഒന്നും കാണാൻ പറ്റില്ല, നിങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുക എന്ന് ബെക്കറ്റ് റെസ്പോണ്ട് ചെയ്യും. പക്ഷേ ലേഡി ഡെത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസും കേൾക്കില്ല. അവളെ അതിനിടയിൽ മിസ്സായിട്ടുണ്ട്. സീറോ ആണെങ്കിൽ ലേഡി ഡെത്ത് നീ കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. പക്ഷെ ലേഡി ഡെത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ഉത്തരവും ഉണ്ടാവില്ല. ഏതായാലും ഈ ടൈമിൽ ഡോക്ടർ ഡാറ്റ പ്രിൻസിന് കൈമാറും. പക്ഷേ പ്രിൻസ് അത് ആക്സസ് ചെയ്യാൻ നോക്കുമ്പോൾ അത് നടക്കില്ല. അടുത്തുള്ള സെക്യൂരിറ്റി ഗൺ എടുത്ത് ഡോക്ടറിന് നേരെ ചൂണ്ടും. ഇതോടുകൂടി ഡോക്ടറുടെ കയ്യിൽ നിന്ന് പോകും. ഡോക്ടർ ആകെ പേടിച്ചു പറയും, ഞാനിത് നേരത്തെ ആക്സസ് ചെയ്തതാണ്, ഇങ്ങോട്ട് താ ഞാനൊന്ന് നോക്കട്ടെ എന്ന്. അപ്പോൾ പ്രിൻസ് പറയും, ഒന്നെങ്കിൽ ഈ ഡാറ്റ ബ്രോക്കൺ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അവൾ ഇവിടെ എവിടെയോ ഉണ്ട്. അതാണ് സംഭവം. അതായത് ഈ ലേഡി എടുത്തിനെ ട്രാക്ക് ചെയ്യാനുള്ള ഡാറ്റയാണ് ഈ ഒരു ഡോക്ടർ പ്രിൻസിന് കൈമാറിയത്. പ്രിൻസിന് ലേഡി ഡെത്തിനെ ആയിരുന്നു ആവശ്യം. അങ്ങനെ ഈ സംസാരത്തിനിടയിൽ ആ ലേഡി ഡെത്ത് കാറിന്റെ അടിയിൽ നിന്നും ഫുള്ള് ഷൂട്ടിംഗ് ചെയ്യും. ഒരു ബുള്ളറ്റ് ഡോക്ടറിന്റെ കഴുത്തിൽ അങ്ങ് കൊള്ളും. അപ്പോഴേക്കും പ്രിൻസ് കാറിൽ കയറി രക്ഷപ്പെടും. ഈ സമയത്ത് ബെക്കറ്റ് സീറോനെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും, കാർ പുറത്തോട്ട് പോയി പ്രിൻസ് അതിൽ കയറി പോയി എന്ന്. പക്ഷെ ആർക്കും ഒന്നും മനസ്സിലായില്ല എന്താണ് ഇവിടെ സംഭവിച്ചത്, എന്തായിരുന്നു ഈ ഒരു മീറ്റിംഗിന്റെ ഉദ്ദേശം എന്നൊന്നും. ഇതിനിടയിൽ ലേഡി ഡെത്ത് ആണെങ്കിൽ ആ കാറിന് പിന്നാലെ പോയി കുറെ ഷൂട്ട് ചെയ്യും. എന്നിട്ട് ഓടി വന്ന് ഡോക്ടറോട് ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെയാണ് അവനെ അറിയുന്നത്, എന്താണ് അവനുമായിട്ടുള്ള ഡീല് എന്നൊക്കെ. പക്ഷേ ഡോക്ടറിന് നേരത്തെ വെടികൊണ്ടല്ലോ, അത് കാരണം ഡോക്ടർ അപ്പോഴേക്കും പരലോകത്ത് എത്തിയിട്ടുണ്ടാവും. പിന്നീട് ഈ ലേഡി ഡെത്ത് ഉണ്ടല്ലോ പ്രിൻസുമായിട്ടുള്ള അവളുടെ റിലേഷൻ പറഞ്ഞു കൊടുക്കും. ശരിക്കും പറഞ്ഞാല് ഈ പ്രിൻസ് ഇവളുടെ അച്ഛനായിരിക്കും. അച്ഛൻ എന്ന് പറഞ്ഞാൽ വളർത്തച്ഛൻ. ലേഡി ഡെത്തിന്റെ ശരിക്കുമുള്ള പാരന്റ്സ് ചെറുപ്പത്തിൽ തന്നെ മരിച്ചിട്ടുണ്ടാവും. ലേഡി ഡെത്തിന് ഒരു 5 വയസ്സാവുമ്പോ ഈ വ്യക്തി ഉണ്ടല്ലോ പ്രിൻസ് ഇവളെ ദത്തെടുത്ത് വളർത്തും. 10 വയസ്സ് വരെ നോക്കും. 10 വയസ്സ് കഴിഞ്ഞ ഉടനെ ഒരു സർപ്രൈസ് ഉണ്ട് മോളെ എന്നും പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് ഏകദേശം 6 ആഴ്ചയോളം അവളെ തടവിലിടും. വെറും ഭക്ഷണവും വെള്ളവും മാത്രം കൊടുത്ത്, അതും കുറച്ച് മാത്രം കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അവിടെ നിന്നാണ് ഇവളൊരു അസാസിനായി മാറിയത്. ഇവളുടെ 15 വയസ്സായപ്പോൾ അവളുടെ ഫസ്റ്റ് അസൈൻമെന്റ് ചെയ്തു. എന്തായിരുന്നു അതെന്ന് വെച്ചാല് ഇവളുടെ വളർത്തച്ഛനുണ്ടല്ലോ, ഈ വളർത്തച്ഛന്റെ പണം ഒരു കുക്ക് മോഷ്ടിച്ചു. ഈ കുക്കിനെ കൊന്നിട്ടായിരുന്നു അവളുടെ തുടക്കം. അങ്ങനെ ലേഡി ഡെത്തിന് 21 വയസ്സായി. അവളാണെങ്കിൽ ഒരു മോസ്റ്റ് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു അസാസിനായി മാറും. ആരുടെ? ഈ വളർത്തച്ഛന്റെ. അയാൾക്ക് വേണ്ടി കുറെ കൊലപാതകങ്ങൾ അവൾ ചെയ്തു കൂട്ടി. പിന്നീട് അവളുടെ 25-ാം വയസ്സിൽ അവൾ അവസാനം അവളുടെ വളർത്തച്ഛനെ, അതായത് ഈ പ്രിൻസിനെ ഷൂട്ട് ചെയ്തു കൊല്ലണം എന്ന വിചാരത്തോടെ. പക്ഷേ എന്താ സംഭവിച്ചേ, എങ്ങനെയാണ് ഈ പ്രിൻസ് രക്ഷപ്പെട്ടെ എന്നൊന്നും അവൾക്കറിയില്ലായിരുന്നു. അതായിരുന്നു ഈ ലേഡി ഡെത്തും പ്രിൻസുമായിട്ടുള്ള ഫ്ലാഷ് ബാക്ക്. ഏതായാലും ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട പ്രിൻസ് ഉണ്ടല്ലോ, അവൻ പിന്നെ ചെല്ലുന്നത് ഭൂബലുവിന്റെ മടയിലേക്കാണ്. ഭൂബലുവിന്റെ അല്ല, ഭൂബലുവിന്റെ റൈറ്റ് ഹാൻഡിന്റെ മടയിലോട്ട്. അതായത് അവൻ അവന്റെ സെക്യൂരിറ്റി ഗാർഡിന്റെ കൂടെ പ്രിൻസിന്റെ തന്നെ പാലസിലോട്ട് കയറുമായിരിക്കും. പക്ഷേ അവിടെ നേരത്തെ നമ്മുടെ ബെക്കറ്റ് ഷൂട്ട് ചെയ്തില്ലേ അന്ന, അവളുടെ ബോഡി ഗാർഡ് ഉണ്ടാകും. ആദ്യം തന്നെ പ്രിൻസിന്റെ ബോഡി ഗാർഡിനെ കൊന്ന് പ്രിൻസിനോട് മര്യാദക്ക് അവിടെ ഇരിക്കടാ എന്നും പറഞ്ഞ് അവിടെ ഇരുത്തും. അപ്പൊ പ്രിൻസ് നേരെ നോക്കുമ്പോ ദേ കിടക്കുന്നു അന്ന. ബെക്കറ്റ് നേരത്തെ മുൻപ് ഷൂട്ട് ചെയ്തു എങ്കിലും അവൾ അപ്പോൾ മരിച്ചിട്ടില്ല. പുനർജന്മം എന്നൊക്കെ പറയൂലേ, അതുപോലെ പുനർജനിച്ചു വന്നതുപോലെ ആയിരിക്കും. ഇവിടെ വെച്ച് സിനിമയുടെ കഥ വേറെ ലെവലിലേക്ക് മാറുകയാണ്. അവൾ ഈ പ്രിൻസിനോട് പറയും, പ്രിൻസെ നീ നുണയൊന്നും പറയണ്ട, നീയും ഡോക്ടറുമായിട്ട് എന്തായിരുന്നു ഡീല്, ഞങ്ങളുടെ കയ്യിൽ CCTV ഫുട്ടേജ് ഒക്കെ ഉണ്ട്, നിനക്ക് ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരൊറ്റ ചാൻസ് തരാം, മര്യാദക്ക് വേഗം പറയൂ എന്ന് പറയും. മാത്രല്ല പ്രിൻസിനോട് പറയും, ഇനി നീ പറഞ്ഞില്ലെങ്കിൽ നിന്റെ ബാക്കിലുള്ള നിന്റെ ബോഡി ഗാർഡ് ചത്തു മലച്ച് കിടക്കുന്നില്ലേ, അതുപോലെ നീയും കിടക്കേണ്ടി വരും എന്ന് പറയും. ഇത് കേട്ട് പ്രിൻസ് ഒന്ന് പേടിക്കും. പക്ഷേ അവനൊരു മാസ് ഡീലിംഗ് അങ്ങ് വെക്കും. എന്താന്ന് വെച്ചാല് പ്രിൻസ് പറയും, നിങ്ങള് ഞാനും ഡോക്ടറും തമ്മിലുള്ള ഡീലിംഗ്സ് കണ്ടു കാണും, അതൊക്കെ ശരിയാണ്, ബട്ട് നിങ്ങൾക്ക് വേണ്ടത് ആ ലേഡി ഡെത്തിനെ അല്ലേ, എനിക്കും അവളെ തന്നെയാണ് വേണ്ടത്. എന്തുകൊണ്ട് നമുക്ക് ഒന്നിച്ചു നിന്നുകൂടാ? എന്റെ കയ്യിലാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ ഉണ്ടല്ലോ, ആ ഡോക്ടർ തന്നൊരു ഡിവൈസ് ഉണ്ട്. ആ ഡിവൈസ് വെച്ച് ആ ലേഡി ഡെത്തിനെ എനിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ നിങ്ങളുടെ ആർമിയെ എനിക്ക് തന്നാ മതി, ബാക്കി ഞാൻ ഏറ്റു എന്ന് പറയും. ഇത് കേട്ട അന്ന പറയും, നിനക്ക് ഞാൻ ഒരു 48 മണിക്കൂർ തരാം, ഞങ്ങളുടെ ആർമിയെയും എടുത്തോ, എന്നിട്ട് അവളെ കൊല്ലാനുള്ള വഴി നോക്ക്. ഇനി അഥവാ നിനക്കതിന് സാധിച്ചിട്ടില്ല എങ്കിൽ ഈ 48 മണിക്കൂറിന് ശേഷം നിന്റെ അവസാനമായിരിക്കും. അങ്ങനെ പറഞ്ഞ് അവർ ആ ഡീൽ അവിടെ ഉറപ്പിക്കും. ശേഷം ഈ അന്നയുടെ ബോഡി ഗാർഡ് ഉണ്ടല്ലോ, അവന് ഈ ഡിവൈസ് കൊടുക്കും. ഡോക്ടർ നേരത്തെ കൊടുത്തില്ല ട്രാക്ക് ചെയ്യാനുള്ള ഡിവൈസ്, അത് കൊടുത്ത് പറഞ്ഞയക്കും ലേഡി ഡെത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. ഈ ബോഡി ഗാർഡ് ആണെങ്കിൽ അത് ട്രാക്ക് ചെയ്ത് ആ ലൊക്കേഷനിലെത്തുമ്പോ നമ്മുടെ ബെക്കറ്റും സീറോവും പിന്നെ ആ ലേഡി ഡെത്ത് ഉണ്ടല്ലോ, അവര് ഒരു മീൽ കഴിക്കാവും ഒരു ഹോട്ടലിലൊക്കെ ഇരുന്നിട്ട്. പിന്നീട് അവിടെ ഒരു മാസ്മരികമായ ഷൂട്ട് ഔട്ട് നടക്കും. ബെക്കറ്റ്
ബെക്കറ്റിനും സീറോക്കും അവരുടെ ബോസ് കൊടുത്ത ദൗത്യം അവളെ സംരക്ഷിക്കുക എന്നുള്ളതാണല്ലോ. അവർ അത് കറക്റ്റ് ആയി ചെയ്യും. അങ്ങനെ ആ ഫൈറ്റിനിടയിൽ ഈ ബോഡി ഗാർഡിന്റെ തലയിലോട്ട് ഒരു പരിക്ക് പറ്റും. അത് സീറോ ആണ് കേട്ടോ വരുത്തി വെച്ചിട്ടുണ്ടാവുക. എന്തായാലും ബോഡി ഗാർഡ് മറിഞ്ഞിരിക്കുകയായിരിക്കും. നമ്മുടെ ലേഡി ഡെത്ത് സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ഈ ബോഡി ഗാർഡ് ആരാമോൻ അവന്റെ കയ്യിൽ ആ ട്രാക്കിംഗ് ഡിവൈസ് ഉണ്ടല്ലോ, അവൻ അത് വെച്ച് അവൾ വരുന്നത് മനസ്സിലാക്കും. അവൻ പെട്ടെന്ന് അവിടുന്ന് സ്കൂട്ടാകും. ഇവരാണെങ്കിൽ 3 സൈഡിൽ നിന്നും അറ്റാക്ക് ചെയ്യാൻ നിൽക്കുമ്പോഴേക്കും ബോഡി ഗാർഡ് അവിടെ നിന്ന് സ്കൂട്ടായിട്ടുണ്ടാവും. അവൻ മിസ്സായല്ലോ എന്നൊക്കെ അവർ മനസ്സിൽ വിചാരിക്കും. പിന്നെ അവർക്ക് മനസ്സിലാകും ഇവിടെ നിൽക്കുന്നത് അത്ര പന്തികേടല്ല എന്നുള്ളത്. അങ്ങനെ അവർ അവിടെ നിന്ന് നൈസായിട്ട് ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോകും. ശരിക്കും പറഞ്ഞാല് അവർക്കാർക്കും മനസ്സിലാകില്ല ഈ ബോഡി ഗാർഡ് എങ്ങനെയാണ് അവരെ കണ്ടുപിടിച്ചത് എന്ന്. അവർ അതും ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് നേരത്തെ സീറോ വിളിച്ചില്ലേ ഒരു ഹാക്കർ, അവൻ വിളിച്ചിട്ട് പറയും ഈ ലേഡി ഡെത്തിന്റെ കയ്യിൽ ഒരു ട്രാക്കിംഗ് ഡിവൈസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ചിപ്പ് ഉണ്ട്. ആ ബോഡി ഗാർഡിന്റെ കയ്യിൽ ഒരു ട്രാക്കിംഗ് ഡിവൈസും അത് വെച്ചാണ് അവൻ നിങ്ങളെ കണ്ടെത്തിയത് എന്ന്. നമ്മുടെ ഡോക്ടർ ഇവൾക്ക് മുൻപ് ഒരു ഫോൺ കൊടുത്തിരുന്നു, അതിലായിരുന്നു ആ ട്രാക്കിംഗ് ചിപ്പ് എന്ന് വിചാരിച്ച് ലേഡി ഡെത്ത് ആ ഫോൺ ആകാശത്തേക്ക് എറിയും. മാത്രല്ല ആ ഫോൺ ഷൂട്ട് ചെയ്ത് തകർക്കുകയും ചെയ്യും. ഇനി ഞങ്ങളുടെ ഫോണും ട്രാക്ക് ചെയ്ത് അവൻ വരണ്ട എന്നും പറഞ്ഞ് ബെക്കറ്റും സീറോവും അവരുടെ ഫോണും തകർക്കും. പിന്നീട് നമ്മുടെ ഹാക്കർ ഉണ്ടല്ലോ, അവനൊരു ബാറിലിരിക്കുകയായിരിക്കും. അവനൊരു ഹാക്കർ ആണല്ലോ, മനസ്സൊക്കെ ഒന്ന് സമാധാനപ്പെടുത്താനായിട്ട്. പക്ഷെ അവിടേക്ക് ഇവരുടെ ബോസായ ഗബ്രിയൽ വരും. എന്നിട്ട് പറയും നീ എന്റെ ടീമിനെ കോണ്ടാക്ട് ചെയ്തിരുന്നല്ലേ, അവർക്ക് ആ പ്രിൻസിന്റെ ഇൻഫോർമേഷൻ ഒക്കെ കൊടുത്തത് നീയല്ലേ എന്ന് ചോദിക്കും. ഹാക്കർ ആണെങ്കിൽ ഒന്നും വിട്ടുപറയത്തില്ല. അപ്പൊ ഗബ്രിയൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാല് അവൻ ഹാക്കറിനോട് പറയും എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, നമുക്കൊന്ന് മാറി എന്ന് സംസാരിക്കണമെന്ന്. തുടർന്ന് ഗബ്രിയൽ അവനോട് ഒരു കാര്യം ആവശ്യപ്പെടും. എന്താന്ന് വെച്ചാല് നമ്മുടെ ബെക്കറ്റും സീറോവും ലേഡി ഡെത്തും എല്ലാരും സിഗ്നലിന് പുറത്താണ്, അവരെ കണ്ടെത്താൻ നിന്റെ സഹായം എന്തായാലും എനിക്ക് വേണമെന്ന്. നേരത്തെ എല്ലാവരും ഫോൺ തകർത്തില്ലേ, അതുകൊണ്ട് ഗബ്രിയൽ ഇവരെ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇവൻ ഹാക്കറിന്റെ അടുത്തോട്ട് എത്തിയത്. അത് മാത്രല്ല കേട്ടോ ഈ ഹാക്കറിനെ കൊണ്ടുള്ള ആവശ്യം, ഭൂബലുന്റെ എല്ലാ ലോക്കൽ നെറ്റ്വർക്കിലേക്കും പ്രവേശിക്കണം. എന്നിട്ട് അവരെവിടെയെന്ന് ട്രാക്ക് ചെയ്യണം. അതാവുമ്പോ അവരെ ട്രാക്ക് ചെയ്ത് അവരെവിടെയാണെങ്കിലും അവിടെ നിന്ന് രക്ഷിക്കാലോ. അതായിരുന്നു പ്ലാൻ. അങ്ങനെ ഗബ്രിയലും ഈ ഹാക്കറും കൂടി മാൾട്ടയിലോട്ട് പോകും. അവർ മാൾട്ടയിലേക്ക് എയറോപ്ലെയിനിലാണ് പോകുന്നത്. മാത്രമല്ല പ്ലെയിനിലുള്ള ഒരുത്തന്റെ ലാപ്ടോപ്പ് എടുത്ത് ഗബ്രിയൽ ഹാക്കറിന് കൊടുക്കും. എന്നിട്ട് പറയും നീ ഈ ലാപ്ടോപ്പ് എടുക്ക്, ഇതിലുള്ള എല്ലാ കാര്യം എന്നിട്ട് എന്നോട് പറ എന്ന്. സംഭവം എന്താന്ന് വെച്ചാല് ഗബ്രിയൽ ഈ ഹാക്കറിനെ പരീക്ഷിക്കുകയാണ്. ഹാക്കർ ആണെങ്കിൽ അതിലുള്ളതെല്ലാം ഹാക്ക് ചെയ്ത് ഗബ്രിയലിന് കാണിച്ചു കൊടുക്കും. അപ്പൊ ഗബ്രിയലിന് മനസ്സിലാവും ഈ ഹാക്കറിനെ മിഷനിലോട്ട് എടുത്തത് ഒരു റൈറ്റ് ചോയ്സ് തന്നെയാണെന്ന്. ഈ സമയം മാൾട്ടയിലാണെങ്കിൽ നമ്മുടെ 3 പേരുണ്ടല്ലോ, അവരുടെ കയ്യിൽ ഗണ്ണും ക്ലോത്ത്സും ഒന്നും ഉണ്ടാവില്ല. മാൾട്ടയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരു വലിയ യുദ്ധം തന്നെ വേണം. അവർക്ക് അതിനായിട്ട് ഗണ്ണും ക്ലോത്ത്സും ഒരു കാറും ആവശ്യമാണ്. കാർ ലേഡി എടുത്ത് കൊണ്ടുവരും. സീറോ ആണെങ്കിൽ ക്ലോത്ത്സ് എല്ലാം സെറ്റാക്കും. ബെക്കറ്റ് ഒരു സ്നൈപ്പർ ആണല്ലോ, അതുകൊണ്ട് അവിടുത്തെ ഒരു ഗണ്ണ് ഡീലറെ കണ്ട് അവൻ ഇഷ്ടപ്പെട്ട ഗണ്ണെല്ലാം സെറ്റാക്കും. അങ്ങനെ അവരൊരു ട്രാപ്പ് എല്ലാം സെറ്റാക്കി ഇനി ആരേലും നമ്മളടുത്തോട്ട് വന്നാൽ അവരെ നമുക്ക് തീർക്കാം എന്നൊക്കെ പറയും. കുറേ മണിക്കൂറായിട്ടും ആരെയും കാണാത്തോണ്ട് അവർ വിചാരിക്കും നമ്മൾ നേരത്തെ എല്ലാ ഫോണും ഡാമേജ് ആക്കിയില്ലേ, ഇനി ആരും നമ്മളെ ട്രാക്ക് ചെയ്യില്ല എന്ന്. പക്ഷേ നേരത്തെ രക്ഷപ്പെട്ടു പോയ ആ ബോഡി ഗാർഡ് ഉണ്ടല്ലോ, അവൻ വീണ്ടും അവളെ കൊല്ലാനായി വരും. അവരുടെ സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യും. ലേഡി ഡെത്ത് പെട്ടെന്ന് കാർ എടുക്കും. പക്ഷെ നമ്മുടെ ബെക്കറ്റ് ആണെങ്കിൽ ഫ്രണ്ട് സൈഡിൽ തൂങ്ങിപ്പിടിച്ച് നിൽക്കാവും. ഈ സമയത്ത് സീറോ കാറിന്റെ ബാക്ക് സീറ്റിലിരുന്ന് ആ ബോഡി ഗാർഡിനെ വെടിവെച്ചിടും. അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെയോ അവർ അവിടുന്ന് രക്ഷപ്പെടും. പക്ഷെ അപ്പോഴും അവർക്ക് മനസ്സിലാവില്ല എങ്ങനെയാണ് ഈ ബോഡി ഗാർഡ് അവരെ കണ്ടെത്തിയത് എന്ന്. ഇതൊക്കെ അവർ ആലോചിക്കുമ്പോഴാണ് സീറോ ലേഡി ഡെത്തിന്റെ ബാക്കിലത്തെ ആ ബുള്ളറ്റ് മാർക്ക് ശ്രദ്ധിക്കുക. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഡോക്ടർ ഇവളെ ലൈഫ് രക്ഷിച്ചപ്പോ ഒരു ട്രാക്കർ വെച്ചിട്ടുണ്ട് എന്ന്. പിന്നെ അവർ അത് എടുക്കാനായി അവളുടെ സ്റ്റിച്ച് എല്ലാം പൊട്ടിക്കും. ട്രാക്കർ പുറത്തെടുത്തു, പക്ഷേ അവരത് നശിപ്പിക്കാൻ നോക്കൂല. കാരണം ഈ ട്രാക്കർ വെച്ചാണല്ലോ ബോഡി ഗാർഡ് അവരെ കണ്ടുപിടിക്കുന്നത്. ട്രാക്കർ നശിപ്പിക്കാതെ അവരൊരു സൈഡിലോട്ട് മാറി നിൽക്കും. ഇതൊന്നും അറിയാതെ ആ പാവം ബോഡി ഗാർഡ് വന്ന് അതിലങ്ങ് പെടും. ഇത്രയും നേരം അവരെ കറക്കിയ ആ ബോഡി ഗാർഡിനെ 3 പേരും ചേർന്ന് ഷൂട്ട് ചെയ്ത് അങ്ങ് തീർക്കും. എന്നിട്ട് ആ ചിപ്പും നശിപ്പിക്കും. ഇനി അവരുടെ അടുത്ത എയിം ലേഡി ഡെത്തിന്റെ ഫാദറിനെ ട്രാപ്പ് ആക്കലാണ്. ലേഡി ഡെത്ത് സൂത്രത്തിൽ അച്ഛനെ വിളിച്ച് നമുക്കൊന്ന് മീറ്റ് ചെയ്യാം, എന്നെ തീർക്കണമെങ്കിൽ ഒറ്റക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തും. അങ്ങനെ ലേഡി ഡെത്ത് അവളുടെ അച്ഛനോട് പറഞ്ഞ ആ ലൊക്കേഷനിലെത്തും. കുറച്ച് മാറി സീറോവും ബെക്കറ്റും എത്തിയിട്ടുണ്ടാകും. പക്ഷേ ഇവർ ഉദ്ദേശിച്ച പ്ലാൻ വർക്കാകില്ല എന്ന് മാത്രമല്ല ഭൂബലുവിന്റെ ആർമി അവരെ പൊക്കി നേരെ പാലസിലോട്ട് കൊണ്ടുപോകും.
പോകും. നേരത്തെ ഇവരെ രക്ഷിക്കാൻ ഇവരുടെ ബോസും ഹാക്കറും വന്നിരുന്നല്ലോ. അവർ സിഗ്നൽ നോക്കി വരുന്നുണ്ടാകും ഈ ഭൂബലുവിന്റെ സിസ്റ്റത്തിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. പക്ഷേ പുറത്തു നിന്നൊന്നും അവർക്ക് സിഗ്നൽ കിട്ടില്ല. എന്നാ പിന്നെ പാലസിന് അടുത്തോട്ട് പോവാന്നും പറഞ്ഞ് അവർ കുറച്ചടുത്തോട്ട് പോകും. അണ്ടർഗ്രൗണ്ട് വഴി പാലസിലെ എൻട്രൻസിന്റെ അവിടെ എത്തും. അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ സിസ്റ്റത്തിലേക്ക് കയറും. പക്ഷെ എല്ലാ ഫൂട്ടേജും എൻക്രിപ്റ്റഡ് ആവും. ഹാക്കർ ഏതാ മുതൽ അവന് എങ്ങനെയൊക്കെയോ സെക്യൂരിറ്റി സിസ്റ്റത്തിലോട്ട് കയറും. ആ സമയത്ത് അവിടുത്തെ സെക്യൂരിറ്റിക്കാർ ഇവരെ കാണും. എന്നിട്ട് അവരെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കും. ഗബ്രിയലും ഈ ഹാക്കറും ലാപ്ടോപ്പ് ഒക്കെ അവിടെ ഉപേക്ഷിച്ച് എങ്ങനെയൊക്കെയോ അവിടുന്ന് രക്ഷപ്പെട്ട് പാലസിന്റെ മുൻ സൈഡിലെത്തും. ഗബ്രിയല് ഹാക്കറിനോട് പറയും, നമ്മൾ എങ്ങനെയെങ്കിലും ഈ പാലസിലോട്ട് കയറണം, അതിനുവേണ്ടി എന്ത് റിസ്ക്കും നമ്മൾ എടുക്കണമെന്നൊക്കെ. പക്ഷെ ഹാക്കറിന് ഈ വെടിയും ഇടിയും ഒക്കെ പേടിയാണ്. അവൻ പറയും, ഞാൻ GRIT മെമ്പർ അല്ലല്ലോ, ഞാൻ വരുന്നില്ല എന്നൊക്കെ. അപ്പോ ഗബ്രിയൽ ഒരു ഗൺ എടുത്തു കൊടുത്തു പറയും, ഇനി നീ GRIT മെമ്പർ ആണ്, മുന്നിൽ കാണുന്ന എന്തിനേയും നിനക്ക് ഷൂട്ട് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല എന്നൊക്കെ പറഞ്ഞ് ധൈര്യം കൊടുക്കും. അങ്ങനെ അവർ രണ്ടുപേരും പാലസിലോട്ട് പതിയെ കയറാൻ നിൽക്കും. അപ്പോഴാണ് ഹാക്കർ ആലോചിക്കുന്നത്, അവന്റെ ലാപ്ടോപ്പ് പാലസിന്റെ അവിടെ തന്നെയാണല്ലോ ഇപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ട് ഹാക്കർ ലാപ്പിലോട്ട് അവന്റെ ഫോൺ കണക്ട് ചെയ്യും. എന്നിട്ട് CCTV ആക്സസ് ചെയ്യും. പിന്നെ പരിപാടി സിമ്പിൾ ആയല്ലോ. ഫോണിനകത്ത് CCTV നോക്കി അവർ വരുന്ന ഓരോ സെക്യൂരിറ്റി ഓഫീസേഴ്സിനെയും ഗബ്രിയൽ വെടിവെച്ചിടാൻ തുടങ്ങി. അങ്ങനെ അവർ പാലസിന്റെ അകത്തെത്തി. പാലസിനകത്താണെങ്കിൽ അന്നാ കോസ്റ്റയും പ്രിൻസും ലേഡി ഡെത്തിനെ കൊല്ലാനായി കാത്തിരിക്കുവാവും. സെക്യൂരിറ്റി ഗാർഡ്സ് ലേഡി ഡെത്തിനെ അങ്ങോട്ട് കൊണ്ടുവരും. അവളുടെ അച്ഛൻ അതായത് പ്രിൻസ് അവൾക്ക് നേരെ ഷൂട്ട് ചെയ്യാനായി ഗണ്ണെടുത്ത് തലയിലേക്ക് വെക്കുമ്പോൾ, നീ അവളെ കൊല്ലരുത്, എനിക്ക് അവളെ കൊല്ലണമെന്ന് അന്നാ കോസ്റ്റ പറയും. അത് പറഞ്ഞ ഉടനെ പ്രിൻസിന്റെ ശ്രദ്ധ തെറ്റി എന്ന് മനസ്സിലാക്കിയ ആ നിമിഷത്തിൽ ലേഡി ഡെത്ത് പ്രിൻസിന്റെ കയ്യിലുള്ള ആ ഗണ്ണെടുത്ത് അന്നാ കോസ്റ്റയെ ഒറ്റ ബുള്ളറ്റിൽ അങ്ങ് തീർക്കും. തുടർന്ന് പ്രിൻസിനെ കീഴ്പ്പെടുത്തും. ഈ സമയത്ത് ഭൂബലുവിന്റെ ഗാർഡ്സ് ഉണ്ടല്ലോ, അവര് ഈ ബെക്കറ്റിനെയും സീറോനെയും ഗൺ പോയിന്റിൽ നിർത്തി കൊണ്ടുവരും. പ്രിൻസിനെ മര്യാദക്ക് വിട്ടില്ലെങ്കിൽ ബെക്കറ്റിനെയും ഈ സീറോനെയും തീർക്കുമെന്ന മട്ടിൽ. എന്നാൽ സീറോവും ബെക്കറ്റും പറയും, നീ ഞങ്ങളെ പറ്റി ആലോചിക്കേണ്ട ലേഡിയുടെ, നീ ആ പ്രിൻസിനെ അങ്ങ് കൊന്നേക്ക്. പക്ഷേ ഇവർ തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടായിട്ടുണ്ടാകും. ലേഡിയുടെത്തിനറിയാം, ഈ പ്രിൻസിനെ എങ്ങാനും അവൾ വെടിവെച്ചാൽ ആ ഗാർഡ്സ് സീറോനെയും ബെക്കറ്റിനെയും കൊല്ലുമെന്ന്. അതുകൊണ്ട് തന്നെ അവൾക്ക് പ്രിൻസിനെ കൊല്ലാൻ കഴിയില്ല. പ്രിൻസ് ആണെങ്കിൽ ചാടി എണീറ്റ് അവിടെ നിന്ന് രക്ഷപ്പെടും. പക്ഷേ ബെക്കറ്റും സീറോവും ഗാർഡ്സിന്റെ കയ്യിലാണല്ലോ. അപ്പോൾ ആയിരിക്കും നമ്മുടെ ബോസും ഈ ഹാക്കറും അവിടെ എത്തുന്നത്. അവർ ആ ഗാർഡ്സിനെ അങ്ങ് തീർക്കും. എന്നിട്ട് ഗബ്രിയൽ ഹാക്കറിനോട് പറയും, നീ ഫോൺ എടുത്ത് നമ്മുടെ കാറിലേക്ക് എത്താനുള്ള സേഫ് റൂട്ട് നോക്ക്. ആരേലും നിനക്കെതിരെ വന്നാൽ നേരത്തെ ഞാൻ തന്ന ഗണ്ണെടുത്ത് അവരെ തീർത്തോണ്ടു എന്ന് പറയും. അപ്പോഴേക്കും ബെക്കറ്റും സീറോവും അവരുടെ കൈയിന്റെ കെട്ടെല്ലാം അഴിച്ച് ഗണ്ണെടുത്ത് അങ്ങോട്ട് വരുന്ന എല്ലാ ഗാർഡ്സിനെയും തീർക്കും. പിന്നീട് അവർ പുറത്ത് കടക്കാൻ ശ്രമിക്കും. അവർക്ക് എതിരെ വരുന്ന ഓരോരുത്തരെയും അവർ തീർത്ത് കളയും. ഇതിനിടയിൽ ലേഡി ഡെത്ത് ആണെങ്കിൽ ഒരു കൂട്ടം ഗാർഡ്സിന്റെ മുന്നിൽ ചെന്ന് വിടും. അവൾ അവർക്കൊരു താക്കീത് കൊടുക്കും, എന്റെ ഫൈറ്റ് നിങ്ങളായിട്ടല്ല, ദയവ് ചെയ്ത് എന്നെ ഇവിടുന്ന് പോവാൻ അനുവദിക്കണമെന്ന്. ഗാർഡ്സ് ഉണ്ടോ അത് കേൾക്കുന്നു. ആ ഗാർഡ്സിന്റെ എല്ലാം അന്ത്യം അവസാനം അവളുടെ കൈകൊണ്ട് തന്നെയായി. എല്ലാരെയും കൊന്നു കൊല വിളിച്ച് അവൾ തിരിഞ്ഞു നോക്കുമ്പോ ദാ കിടക്കുന്നു വീണ്ടും ഗാർഡ്സ് ഗണ്ണൊക്കെ ആയിട്ട്. അവൾ മരിച്ചെന്ന് സ്വയം വിചാരിക്കുന്ന ആ നിമിഷം നമ്മുടെ സീറോ ഒരു അടാറ് ഗണ്ണെടുത്ത് അവരെ എല്ലാം ഫയർ ചെയ്തിടും. പക്ഷേ അതിലൊരു ഗാർഡ് സീറോന്റെ ബാക്ക് സൈഡിൽ നിന്ന് അവനെ വെടിവെക്കാൻ നിൽക്കും. അപ്പോഴേക്കും നമ്മളുടെ ബെക്കറ്റ് ലോങ് റേഞ്ചിൽ നിന്ന് വെടിവെച്ച് ആ ഗാർഡ്സിനെ അങ്ങ് തീർക്കും. നമ്മുടെ ഗബ്രിയൽ ആണെങ്കിൽ ഒരു മാസമായിട്ടുള്ളൊരു പ്രവൃത്തി ചെയ്യും, ഒരു പുണ്യകാര്യം എന്നൊക്കെ പറയുന്ന പോലെ. അതായത് ഈ ഭൂബലുവിന്റെ പാലസിൽ കുറെ തടവുള്ളികൾ ഉണ്ടാവും. അതിലൊരു സെല്ല് തുറന്ന് അതിലെ തടവുപുള്ളിക്ക് ഒരു ഗണ്ണ് കൊടുക്കും. എന്നിട്ട് അവനോട് പറയും, എല്ലാ സെല്ലും തുറന്ന് എല്ലാ തടവുപുള്ളികളെയും ഇവിടുന്ന് രക്ഷപ്പെടുത്തുക. അതിനിടയിൽ ഒരു സംഭവം ഉണ്ടാവും. നേരത്തെ ഹാക്കറിനോട് സേഫ് റൂട്ട് നോക്കാൻ പറഞ്ഞയച്ചതാണല്ലോ. ഈ ഹാക്കർ ആണെങ്കിൽ ചെന്ന് വിടുന്നതോ പ്രിൻസിന്റെ മുന്നിലായിരുന്നു. പ്രിൻസ് ഒരു ഗണ്ണെടുത്ത് കൂളായിട്ട് നമ്മുടെ ഹാക്കർ വെടിവെക്കാൻ നിൽക്കും. പക്ഷേ കോമഡി അതൊന്നുമല്ല. ഈ ഗണ്ണിലാണെങ്കിൽ ബുള്ളറ്റ്
എല്ലാം തീർന്നിട്ടുണ്ടാകും. ഈ സമയത്ത് ഹാക്കറിന് നേരത്തെ നമ്മളുടെ ഗബ്രിയൽ കൊടുത്ത ആ ഗണ്ണുണ്ടല്ലോ, ഏത് GRITയുടെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ, ആ ഗണ്ണെടുത്ത് ഈ പ്രിൻസിനെ വെടിവെക്കും. തലയിലേക്കൊന്നും അല്ലട്ടോ, ഷോൾഡറിലേക്കാണ് ആ വെടി കൊള്ളുന്നത്. നിലത്ത് വീണ പ്രിൻസ് ഇഴഞ്ഞിഴഞ്ഞ് ഒരു ഗണ്ണ് തപ്പുന്നുണ്ടാകും. നമ്മുടെ ഹാക്കറിനാണെങ്കിൽ കൊല്ലാൻ പേടിയാണല്ലോ, അവൻ കാലിലേക്ക് മാറി മാറി ഫയർ ചെയ്യും. അപ്പോഴേക്കും ബെക്കറ്റും സീറോവും ലേഡിയുടെത്തും നമ്മുടെ ഗബ്രിയലും കൂടി ഈ ഹാക്കറിന്റെ അടുത്തെത്തും. പ്രിൻസ് അവിടെ കിടന്ന് നിരകിക്കട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ ഹീറോസ് ആ മിഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ബൂബലുന്റെ പാലസിൽ നിന്ന് സ്ലോ മോഷനിൽ ഇറങ്ങും. അങ്ങനെ എല്ലാ ദുഷ്ടന്മാരെയും കൊന്നു തീർത്തല്ലോ. ആ ഒരു സമാധാനത്തിൽ ഇവരുടെ TV ഒക്കെ കണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് ന്യൂസിൽ അവർ നേരത്തെ വെടിവെച്ചിട്ട പ്രിൻസ് ഉണ്ടല്ലോ, അവൻ മരിച്ചിട്ടില്ല എന്ന് കാണും. ഇവർക്കാണെങ്കിൽ ദേഷ്യമാകും. അവൻ മരിച്ചില്ലേ എന്നൊക്കെ ആയിരിക്കും ഇവർ വിചാരിക്കുന്നത്. പക്ഷേ നമ്മുടെ ലേഡിയുടെ അടുത്തുണ്ടല്ലോ, അവൾ പ്രിൻസിനെ ഒരു സ്നൈപ്പർ കൊണ്ട് പോയിന്റ് ബ്ലാങ്കിൽ അങ്ങ് ഷൂട്ട് ചെയ്ത് തീർന്നു. സംഭവം വളർത്തച്ഛനാണ്, പക്ഷേ ഇവൾക്കാണെങ്കിൽ ദ്രോഹം മാത്രമേ അവനെ കൊണ്ടുണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് അവനെ അങ്ങ് തീർത്തു. അങ്ങനെ ഈ ഫിലിം ഇവിടെ അവസാനിക്കും. ഒരു കാര്യം പറയാൻ മറന്നു, നിങ്ങൾക്ക് ഈ ഒരു കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഒരു അടിപൊളി മാസായിട്ടുള്ള ഒരു കഥയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.